എനിക്കിഷ്ടമാണ്. അടി കള്ളൻ. എന്താ ബാക്കി ബാക്കിയോ? ബാക്കിയൊന്നും തരാനില്ലല്ലോ. അയ്യോ അതല്ല, ഈ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ബാക്കി. അല്ല മോളെ, വാങ്ങിച്ച ഒരാൾ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ അല്ലേ? സാറൊന്ന് ചുമ്മാ പേടിപ്പിച്ച് വിട്ടാൽ മതി. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നിർത്തടോ. എന്താണ് സാറേ? അങ്ങോട്ട് മാറ്റി നിർത്തടാ. എന്താണ് കാര്യം? അങ്ങോട്ട് മാറ്റി നിർത്താൻ. ഓ, എന്താ സാറേ കാര്യം? ഏതാടി കല്യാണി? ആ ഇറങ്ങി വാ മോളൊന്ന്, ഇറങ്ങി വന്നേ. എന്താണ്? നീ ആള് കൊള്ളാലോ. ഇവിടെ കണ്ട ഏത് സായിപ്പും വീണു പോവും അല്ലടോ. സാർ, സ്ത്രീകളോട് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. റിസോർട്ടിൽ വരുന്നവരെ കണ്ണും കൈയും കാണിച്ച് മയക്കി വീട്ടിൽ കൊണ്ടുപോയി നീ നിന്റെ തള്ളയും കൂടി എന്തോ കച്ചവടം അടി നടത്തുന്നേ. പറയടി. അതെ സാറേ, ഈ കൊച്ചു എന്ത് തെറ്റ് ചെയ്തിട്ടാ സാർ വൃത്തിയിട്ട ഡയലോഗ് അടിക്കണത്? നീ പോലീസുകാരെ നിയമം പഠിപ്പിക്കുന്നു? അറിയില്ലെങ്കിൽ പഠിക്കണം സാറേ. ഇല്ലെങ്കിൽ ചിലപ്പോ നാട്ടുകാർ പഠിപ്പിക്കും. ഈ കൊച്ചിന്റെ പേരിലുള്ള പരാതി എന്താ? വീട്ടിൽ ഹോം സ്റ്റേ നടത്തണോ? എന്റെ പൊന്ന് സാറേ, സർക്കാർ വരെ ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കണ കാല. ഈ കൊച്ചൊരു പരാതി കൊടുത്താലേ തൊപ്പി പണോ വഴിയറിയില്ല. നീ ആരാ കഴിവറ മോനെ? കണ്ടക്ടർ ടിക്കറ്റ് കയറിയാ മതി, ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ നോക്കണ്ട. വീട് സാറേ, ഒന്നുമില്ലെങ്കിലും നമ്മള് രണ്ടാളും കാക്കിയിട്ട സർക്കാർ ജീവനക്കാരല്ലേ? കണ്ടക്ടർ പറഞ്ഞത് നേരാ സാറേ. കല്യാണം ചെയ്ത തെറ്റെന്നാന്ന് സാറ് പറ. അത് ശരിയാ, ഈ കൊച്ചു ചെയ്ത തെറ്റെന്താന്ന് പറ സാറേ. സാറേ പുതിയ ആളാണ്, അതുകൊണ്ടാണ് വിട്ടുകളാ സാറേ. നിന്നെ ഞാൻ എടുത്തോളാം. ഓ, നീ എങ്ങനെയാ ഇതൊക്കെ പഠിച്ചു? ഇതല്ല എന്റെ ഒരു സ്കില്ല്. വണ്ടിയെടുക്ക് ഇഷ്ട. ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? പോണ്ടേ? വണ്ടി കയറോ? ആ വണ്ടി പോട്ടെ. നീ വന്നില്ലേ? ഇല്ല ചേച്ചി പോയിക്കോ. അപ്പൊ ശരി, നാളെ കാണാം. അതെ, താങ്ക്സ് കേട്ടോ. എന്തുട്ട്? അല്ല, താങ്ക് യു. താങ്ക് യു എന്തിന്? നേരത്തെ പോലീസുകാർ വന്നപ്പോ. അയ്യേ, എന്താ കുട്ടി ഇത്? ഇങ്ങനത്തെ സില്ലി മാറ്റേഴ്സിനൊക്കെ താങ്ക്സ് പറയാന്ന് വെച്ചാ ഇതൊക്കെ വെറും ചീള് കേസല്ലേ? കമ്മീഷണറും ഡിവൈഎസ്പി ആയിട്ടാണ് നമ്മുടെ ഒരു ബന്ധം. കുട്ടിക്ക് ഒരു കാര്യം അറിയും, ഞങ്ങളുടെ നാട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്തിന് ചെറിയൊരു മോഷണം ഉണ്ടായാൽ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെയാണ് വിളിക്കാറ്. അതിപ്പോ ഈ നാട്ടിലും അങ്ങനെ തന്നെയാ. മോഷണം നടന്ന കള്ളന്മാരെ സ്റ്റേഷനിൽ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും, പക്കനിട്ടുണ്ട് കുത്തും. അതിലിപ്പോ എന്താ എത്ര കാര്യം? ബോധം വന്നോ? ഒരു സെക്കൻഡ് ഒന്ന് വരും. വേറെ ആരോടും പറഞ്ഞ് നാറ്റിക്കുകയും ചെയ്യരുത്. സമ്മതമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണം. കാര്യം പിടികിട്ടി. ഇതിനാണോ കണ്ടക്ടർ ഇത്രയും ചുറ്റി വളഞ്ഞത്? കണ്ടക്ടർ നാളെ മുതൽ ധൈര്യമായിട്ട് വന്ന് വീട്ടിലെ ബാത്റൂമിൽ നിന്ന് അലക്കം കുളിയൊക്കെ കഴിച്ചോളൂ കേട്ടോ. അതല്ല, ഞാൻ തന്ന 10ന്റെ നോട്ടിലൊരു കാര്യം. ആ 10ഉം പോയി. തനിക്കുള്ള തരാട്ടാ. ഓ, ബാത്റൂം കണ്ടുപിടിച്ചവനെ ചവിട്ടി കൂട്ടണം. ഇതാണ് കയ്യിലിപ്പിക്ക് അവര് ബാത്റൂമിലിട്ട് ചവിട്ടി കൂട്ടും. ആ 10 പോയാലെന്താണ്? ഒരു ആപത്ത് വരാണ്ട്. എന്താണ് പക്ഷെ ജീപ്പൊക്കെ ആയിട്ട്? ചുളുവിന് കിട്ടിയപ്പോ വാങ്ങിച്ചത്. എങ്ങനെയാ? മഹീന്ദ്രനാണല്ലോ. ഏതാ മോഡല്? 99. കുറച്ച് ഓടിയിട്ടുള്ളൂ. ചെലവുണ്ടിട്ടാ പക്ഷേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേഷം അറിയിച്ചു. എന്റെ കർത്താവെ, വീണ്ടും മദ്യപാന. എന്റെ കാര്യം പോക്ക. ഞാനേ പള്ളിയിൽ പോയി അച്ഛന് മരുന്ന് കൊടുത്തിട്ട് അവിടെ നിൽക്കാം. ഞാൻ റെഡി മാഷ.
പിടിച്ചിരുന്നോളനെ ആണിയൊക്കെ തുരുമ്പിച്ചതാ. മരുന്നെത്തിക്കാൻ വൈകിയോ? ഒടുക്ക എല്ലാം കൂടി പൊട്ടിപ്പൊളിഞ്ഞ് വീണാലേ പള്ളി പൊളിച്ചോന്നും പറഞ്ഞ് സത്യക്രിസ്ത്യാനികൾ എല്ലാരും കൂടി നിന്നിട്ട് പെരുമാറും. പറഞ്ഞേക്കാം. അച്ഛൻ കൈവിട്ടു പോയി. അച്ഛോ താനായിരുന്നു. മരുന്നിന്റെ ചീട്ടും കൊണ്ടുപോയിട്ട് ആഴ്ച ഒന്നായല്ലോ. ഈ മരുന്ന് എല്ലാ കടയിലും കിട്ടാനില്ല. ഒരുപാട് കറങ്ങിട്ടാ കിട്ടിയത്. അതെങ്ങനെയാ? ഇപ്പൊ എല്ലാം കമ്മീഷനല്ലേ. ഓരോ ഡോക്ടർമാരെ കുറിച്ച് തരുന്ന മരുന്ന് അവരുടെ അടുത്ത കടയിലേ കിട്ടൂ. എന്താച്ചോ കറണ്ടില്ലേ? പഴയ വയറിംഗ് അല്ലേടോ, എന്തോ ഷോർട്ടായതാ. റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞില്ലേടാ? കഴിഞ്ഞോ? അയ്യേ, ഇവനായിരുന്നു മോളില്. അച്ഛാ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, കുറച്ച് ധൃതിയുണ്ട്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കണ്ടട്ടെ, ഞാനും ഉണ്ട്. അച്ഛൻ ഞാൻ പോവാ. നിക്കടാ, നിനക്ക് കാശ് വേണ്ടേ? അച്ഛൻ മണ്ടാർത്ത് ഇട്ടേര്. ഓ വറുതിയിലും മെല്ലെ തിരിനീട്ടിയുണരുമൻ ആഷാഢസന്ധ്യതൻ ഒളിവിളക്കായി കവിൾ പാതി കൂമ്പി കരൾ നൊന്തുവാടി നീ മഞ്ഞിന്റെ മറവിലൂടലിഞ്ഞു പോകും പെണ്ണേ. അയ്യോ നീ മഞ്ഞിന്റെ മറവിലൂടലിഞ്ഞു പോകും. ഏയ് അടിപൊളിയുണ്ട് പക്ഷേ അല്ലേ? എന്താണ് മാഷേ കവിതയ്ക്കൊരു നഷ്ടപ്രണയത്തിന്റെ ഛായ? ഭദ്രനോടാ നിന്റെ കളി. എന്റെ ഭദ്ര, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പിന്നെ ചുട്ട് തിന്നുമ്പോ ഈ പേടിയൊന്നുമില്ലല്ലോ. ചുട്ട എന്നിട്ട് മാഷ് ഇതുവരെ കവിതയിലെ പ്രണയിനിയെ കുറിച്ച് പറഞ്ഞില്ല. ഓ, അങ്ങനെയൊന്നുമില്ലെന്നേ. പ്രേമവും കാര്യമൊക്കെ ഈ സുഗുനെ പോലുള്ള ഭാഗ്യവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലയോ? ആ, അത് ശരിയാ. ചായക്കടയിൽ റെഡിയാക്കി വെച്ചിരിക്കുവല്ലേ കൊച്ചു കള്ളൻ. എന്താണ് റെഡി വെച്ചിരിക്കുന്നത്? ബോണ്ടയും പരിപ്പോടയും പോ സുഖേട്ടാ, ഞങ്ങൾക്കൊക്കെ അറിയാട്ടോ. എന്ത് ഈ ചക്കന്? അതെ, അടുത്തെങ്ങാനും ഞങ്ങൾക്ക് ഒരു സദ്യ തരുമോ? അതോ ആരും അറിയാതെ അടിച്ചോണ്ട് പോവോ? ഏയ് മാഷ് എന്താണ് ഈ പറയണത്? ഹൈ റേഞ്ച് കാരണം സർക്കാർ വണ്ടിമാരിയാണ് നമ്മുടെ ജീവിതം. അച്ഛൻ മരിച്ചെന്നൊരു വളയം പഠിക്കാൻ തുടങ്ങിയതാ. ആകെപ്പാടുള്ള ഒരു അമ്മയും പെങ്ങളാണ്. പെങ്ങളൂട്ടിയാണെങ്കിൽ കാലിന്റെ സൂല്ലാണ്ടിരിക്കുക. അപ്പൊ ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ? ഓ, ആസ്പത്രിക്കാർ കാശുണ്ടാക്കിയത് മിച്ചം. അവളെങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാറ്റിക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ മണിയുണ്ടോ? പിന്നെ എന്ത് പ്രേമം, എന്ത് കല്യാണം? അതല്ല സുഖേട്ടാ, കല്യാണം കഴിക്കണം. ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ. അതെ, കറക്റ്റ്. അതെ, ഇത് പറഞ്ഞോട് ഒഴിച്ചു കൊടുത്തേ. ഒക്കെ ശരിയാവും. ഒരെണ്ണം കൂടെ പിടിപ്പിച്ചു. സൂപ്പറാട്ടാ. എന്താടാ ഭദ്ര, ഇനി നിനക്ക് വല്ല പ്രേമം ഉണ്ടോ? അവന്റെ ഒരു ചിരിയാട്ടില്ലേ? നല്ല മഴ വരുന്നുണ്ടല്ലോ. മഴ ഉത്സവമാക്കോ? കരിനാക്കെടുത്ത് വളക്കല്ലേ. ഇത്തവണത്തെ ഉത്സവത്തിനെങ്കിലും എന്റെ നാടകം ഒന്ന് തകർക്കണം. അത് നാട്ടുകാർ നടത്തും. അയ്യോ, മഴ മഴ. എല്ലാരും തന്നെ വണ്ടിയിൽ വേഗം. അതും കെട്ട് മലരേ എവിടെയെങ്കിലും കൊണ്ട് കിടത്താനെ. മലരേ പുനരൂ വേഗം. ഏയ് എന്തൊരു മഴയാണത്. കുടിച്ച് പറ്റും പോയി. ഓ, ഇനി ഇവിടെ ഇരിക്കുന്നതും കൂടെ മോന്താനായിരിക്കും. ഏയ് ഒരു ലേശണ്ടാ. വേണു മാഷ്ട പറ്റിയതാണല്ലോ. എന്താ മാഷെ, എന്തു പറ്റി? അന്റെ മോള് ജനലിന്റെ അടുത്ത് ആരെയോ കണ്ടു. അവള് ബഹളം വെച്ചപ്പോ അവൻ ഓടിക്കളഞ്ഞു. വല്ല കളനോറ്റായിരിക്കോ? വെറുതെ തോന്നിയിരിക്കും പക്ഷേ. അവള് കണ്ടതാന്നേ. പോയിക്കോണം. ഈ പൊള്ളക്കടനാണ് ഇവനാണ്. എന്താണ് ഒളിഞ്ഞു നോക്കി വെള്ളടിച്ചോന്ന് കാണിച്ചു കൂട്ടാണ് പറഞ്ഞ മനസ്സിലാവില്ല. ചവിട്ട് പഠിക്കാണ്ട് പോട നീ. പോടാ.